ഇന്ന് ഞാൻ പറയുന്നത് മാമാങ്ക സ്മാരകങ്ങളെക്കുറിച്ചാണ്. ഭൂതകാലത്തെ ചരിത്രരചനയ്ക്ക് പ്രമാണ സാമഗ്രിയായി ചരിത്രകാരന്മാർ ആധാരമാക്കിയിരുന്നത് ചെപ്പേടുകളും അതുപോലെ പൈമാശി കണക്കുകളും ശിലാലിഖിതങ്ങളും ചില അവശിഷ്ടങ്ങളും ഒക്കെയാണ്. അമൂല്യമായ അത്തരം പ്രമാണ സാമഗ്രികൾ അതാത് പ്രദേശത്തെ സമഗ്ര വികസനത്തിന് അടിസ്ഥാനമാക്കേണ്ടതുമാണ്. എന്നാൽ അത്തരം പ്രമാണ സാമഗ്രികളുടെ യഥാർത്ഥ ചരിത്രം മണ്ണിട്ട് മൂടി പുതിയ ചരിത്രം പ്രചരിപ്പിച്ചാലോ? അത് ചരിത്രത്തോട് മാത്രമല്ല, ഭാവി തലമുറയോട്, വരാനിരിക്കുന്ന തലമുറയോട് ചെയ്യുന്ന ക്രൂരമായ അനീതിയാണ്. അത്തരത്തിൽ യഥാർത്ഥ ചരിത്രം കുഴിച്ചുമൂടി തെറ്റായ പുതിയ ചരിത്രം പ്രചരിപ്പിക്കുന്ന ചില ഭൂതകാല അവശേഷിപ്പുകളുണ്ട് ഭാരതപ്പുഴയുടെ ഉത്തരതീരത്ത് തിരുനാവായയിൽ. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് DTPC സംരക്ഷിച്ചു വരുന്ന തിരുനാവായയിലെ മാമാങ്ക സ്മാരകങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതൊക്കെയാണ് മാമാങ്ക സ്മാരകങ്ങളായി ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്ന സ്മാരകങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് മണിക്കിണറാണ്. കൊടക്കൽ മിഷൻ ആശുപത്രി വളപ്പിലാണ് ഈ മണിക്കിണർ ഉള്ളത്. മാമാങ്ക കാലത്ത് കൊല്ലപ്പെടുന്ന ചാവേറുകളെ ആനയെ കൊണ്ട് കെട്ടിവലിപ്പിച്ച് ഈ കിണറ്റിൽ ചവിട്ടി താഴ്ത്തി എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും വിശ്വസിച്ചിരുന്ന കഥയാണത്. എന്നാൽ യഥാർത്ഥത്തിൽ മണിക്കിണറിന് ചാവേറുകളെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന, ചാവേറുകളുടെ ജഡങ്ങൾ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന മണിക്കിണറിന് മാമാങ്കവുമായി ഒരു ബന്ധവുമില്ല. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാറെ കടവിൽ, അവിടെ നിന്നും പടിഞ്ഞാറോട്ടേക്ക് ഏതാണ്ട് 3/4 കിലോമീറ്റർ ദൂരത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. പുഴപ്പുറമ്പോക്ക് എന്ന രീതിയിലാണ് അത് കാട് പിടിച്ചു കിടക്കുന്നത്. അതിന് തൊട്ട് വടക്ക് ഭാഗത്ത് ഒരു പറമ്പുണ്ട്, വലിയ പറമ്പാണ്. ആ പറമ്പിൻ്റെ പേരും ഏതാണ്ട് 3/4 കിലോമീറ്റർ നീളത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന ആ പ്രദേശവുമൊക്കെ അറിയപ്പെടുന്നത് ചുടുപറമ്പ് എന്നാണ്. ചുടുപറമ്പ് എന്നാൽ ചുടലപ്പറമ്പ്, ചുടലപ്പറമ്പ് എന്നാൽ ശ്മശാന ഭൂമി. മാമാങ്കത്തിൽ കൊല്ലപ്പെടുന്ന ചാവേറുകളെ സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും 3/4 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗം വരെ അത്രയും നീളത്തിലുള്ള ആ പ്രദേശം. ഏറ്റവും പുതിയ രേഖയനുസരിച്ച് AD 1766 ഒടുവിലെ മാമാങ്കം നടന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരു 30 വർഷം മുമ്പ് വരെ തിരുനാവായയിലും പരിസര പ്രദേശത്തുമുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിച്ചിരുന്നത് ഈ ഭാഗത്തായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 3/4 കിലോമീറ്റർ നീളത്തിലുള്ള പുഴപ്പുറമ്പോക്കിലായിരുന്നു സംസ്കരിച്ചിരുന്നത്. ഇങ്ങനെ ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കാൻ തുടങ്ങിയത് അത് മാമാങ്കത്തിൽ കൊല്ലപ്പെട്ട ചാവേറുകളെ സംസ്കരിച്ചതിൻ്റെ തുടർച്ചയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകും. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ച് ചാവേറുകളെ ചവിട്ടിത്താഴ്ത്തിയ കിണറാണെന്ന് പറയുന്ന മണിക്കിണറിൽ ചാവേറുകളെ സംസ്കരിച്ചിട്ടില്ല എന്ന പരമാർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ മണിക്കിണറിന്റെ ചരിത്രം എന്താണ്? മണിക്കിണറിന് മറ്റൊരു ചരിത്രമാണുള്ളത്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഗണിതശാസ്ത്ര ചരിത്രം പരിശോധിച്ചാൽ കേരളീയ ഗണിതത്തിന്റെ അടിവേര് കിടക്കുന്നത് വെട്ടത്ത് നാട്ടിലാണ്. അതായത് ഭാരതപ്പുഴയുടെ ഉത്തരതീരത്ത്. വെട്ടത്ത് നാട് പഴയകാലത്തെ കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടാണ്. ഇവിടെ അനേകം ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ ജീവിച്ചിരുന്നു. വടശ്ശേരി പരമേശ്വരൻ എന്ന ഗണിതശാസ്ത്ര പണ്ഡിതൻ അരനൂറ്റാണ്ട് കാലം ഭാരതപ്പുഴയോരത്ത് ഇരുന്ന് വാനനിരീക്ഷണം നടത്തി ദൃഗണിതം എന്ന ഗണിത സമ്പ്രദായം ചിട്ടപ്പെടുത്തിയത് ഗണിതശാസ്ത്ര ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വെട്ടത്ത് നാട്ടിലെ ഗണിതശാസ്ത്ര പണ്ഡിതന്മാർ ആകാശഗോളങ്ങളുടെ സഞ്ചാരഗതി കണ്ടുപിടിക്കുന്നതിന് നിർമ്മിച്ച കിണറാണ് അതെന്ന് 1837 ഒരു പഠനം നടന്നിട്ടുള്ളതായി അറിവുണ്ട്. വാഷിംഗ്ടണിലെ ഗണിതശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ ചാൾസ് വിഷ് ആണ് വെട്ടത്ത് നാട്ടിലെ ഗണിതശാസ്ത്ര പണ്ഡിതന്മാർ വാനനിരീക്ഷണം നടത്തിയിരുന്ന നിരീക്ഷണശാലയായിരുന്നു എന്ന് പറഞ്ഞത്. ഇന്നത്തെ പോലെ വാനനിരീക്ഷണത്തിന് സൂക്ഷ്മദർശിനികളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നമുക്ക് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം നോക്കാം. ഒരു വലിയൊരു പാത്രത്തിൽ കുറേ വെള്ളം നിറച്ച് അത് മുറ്റത്ത് കൊണ്ടുവച്ച് നോക്കൂ. അതിൽ ആകാശത്തിൻ്റെ പ്രതിരൂപം കാണാം. അതിലേക്ക് നോക്കിയാൽ നമുക്ക് ആകാശം കാണാം. ആകാശഗോളങ്ങളുടെ സഞ്ചാരഗതി കണ്ടുപിടിച്ച് ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി നിർമ്മിച്ച കിണറാണ് മണിക്കിണർ എന്ന് വളരെ വ്യക്തമാണ്. ഇങ്ങനെ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരുടെ നിരീക്ഷണശാലയായ ആ കിണർ ആ രീതിയിലല്ലേ ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ടത്? പിന്നെ എന്തിനാണ് വ്യാജ ചരിത്രം പ്രചരിപ്പിക്കുന്നത്? കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന മറ്റൊരു മാമാങ്ക സ്മാരകമാണ് മരുന്നറ. മാമാങ്കത്തിൽ പരുക്കേൽക്കുന്ന സാമൂതിരിയുടെ ഭടന്മാരെ ചികിത്സിക്കാനുള്ള, ശുശ്രൂഷിക്കാനുള്ള മരുന്ന് സൂക്ഷിക്കുന്ന അറയാണ് ഇത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മരുന്നറ എന്ന് പറയുന്നത്.
അലോപ്പതി മരുന്നുകളിൽ ചിലത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നൊക്കെ പറയാറുണ്ട്. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നത് ആയുർവേദവും മർമ്മ ചികിത്സയുമാണ്. ആയുർവേദത്തിലോ മർമ്മ ചികിത്സാ വിധിയിലോ എവിടെയും മരുന്നുകൾ ഗുഹയിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഇത് തെറ്റായ ചരിത്രമല്ലേ? ആരാണ് തെറ്റായ ഈ വിവരം പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞുകൊടുത്തത്? മരുന്നറയ്ക്ക് മാമാങ്ക ചരിത്രവുമായി ഒരു ബന്ധവുമില്ല. മാമാങ്കവുമായി ബന്ധപ്പെട്ട ഒരു സ്മാരകവുമല്ലാതെ മെഗലിത്തിക് കാലഘട്ടത്തിന്റെ, ശിലായുഗ കാലഘട്ടത്തിന്റെ ചരിത്രം പറയുന്ന ഒരു സ്മാരകമാണത്, ഒരു അവശേഷിപ്പാണത്. ഇതുപോലുള്ള 4 മുനിയറകൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ചപ്പാരപ്പടവ് എന്ന സ്ഥലത്ത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4 മുനിയറകളും പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുനിയറയെ എന്തിനാണ് മരുന്നറയാക്കിയത്? അതിന് പിന്നിൽ വലിയ ഉള്ളുകള്ളികളുണ്ട്. അതെന്താണെന്നറിയാമോ? മുനിയറ എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയന്റെ കഥ പറയേണ്ടി വരും, മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ പറയേണ്ടി വരും, മൃഗണ്ടു ബ്രഹ്മർഷിയുടെ കഥ പറയേണ്ടി വരും. മാമാങ്കത്തെ മതേതര മാമാങ്കമാക്കി മാറ്റുന്നവർക്ക് അത് പൊള്ളലുണ്ടാക്കും, മതേതരത്വം തകരും. പിന്നെ കിടക്കട്ടെ ഒരു പേര് മരുന്നറ, പിന്നെ ഒരു ചരിത്രവും, പുതിയ ചരിത്രവും. ചരിത്രത്തെ മാറ്റിമറിക്കാൻ എന്തെളുപ്പം. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ഒപ്പമുണ്ടായാൽ എല്ലാം നടക്കും. ഇതും ഇതിലപ്പുറവും നടക്കും. മറ്റൊരു മാമാങ്ക സ്മാരകം നിലപാട് തറയാണ്. കോഴിക്കോട് സാമൂതിരി രാജാവ് മാമാങ്ക കാലത്ത് നിലപാട് നിന്നിരുന്നത് ഇവിടെയാണ് എന്നാണ് പ്രചരിപ്പിച്ചു വരുന്നത്. പുതിയ തലമുറ ആ തെറ്റായ ചരിത്രം കേട്ട് എഴുതി മനസ്സിൽ പതിപ്പിക്കുന്നു. നോക്കൂ, എന്തൊരു ക്രൂരതയാണിത്. പച്ചക്കള്ളം പറയുകയും ആ കള്ളം പ്രചരിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാട് തറയിൽ സാമൂതിരി രാജാവ് മാമാങ്ക കാലത്ത് ഒരു കാലത്തും നിലപാട് നിന്നിട്ടില്ല. ഇത് നിലപാട് തറയുമല്ല. പിന്നെ എന്താണ് ഈ തറ? കേരളത്തിലെ 108 മഹാശിവക്ഷേത്രങ്ങളെ കുറിച്ചൊരു സ്തോത്രമുണ്ട്. ആ സ്തോത്രത്തിൽ പറയുന്നുണ്ട്, തിരുനാവായി കരിക്കാട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്തോത്രം ഇങ്ങനെ പോകുന്നത്. അപ്പൊ തിരുനാവായിൽ ഒരു തളി മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു. നമ്മൾ ഗൂഗിളിൽ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം എന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ 108 ശിവാലയങ്ങൾ എന്ന് സെർച്ച് ചെയ്താൽ, തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തെ കാണിക്കുന്നത് തവനൂരിലെ ശിവക്ഷേത്രമാണ്. അത് ഗൂഗിളിന് തെറ്റിയതാണ്. യഥാർത്ഥത്തിൽ തവനൂരിലെ ശിവക്ഷേത്രമല്ല തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം. തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിന്നിരുന്ന തറയാണ് ഇന്ന് നിലപാട് തറയാണ് എന്ന് പുരാവസ്തു വകുപ്പ് പറഞ്ഞ് ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് സംരക്ഷിച്ചു വരുന്നത്. നിലപാട് തറ സന്ദർശിക്കുന്ന ആർക്കും തന്നെ ഇത് ബോധ്യപ്പെടും. ഇത് നിലപാട് തറയല്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് ആ തറയുടെ മുകളിൽ തന്നെയുണ്ട്. നിലപാട് തറയിൽ ഒരു വലിയ പുരാതന കിണറുണ്ട്. ഇത് നിലപാട് തറയാണെങ്കിൽ എന്തിനാണ് നിലപാട് തറയിൽ ഒരു കിണർ? ചാവേറുകളെ കണ്ട് ഭയന്ന് കിണറ്റിൽ ചാടി മരിക്കാനോ? ചിന്തിക്കണ്ടേ ഇതൊക്കെ ഈ രീതിയിൽ ഏറ്റെടുത്ത് സംരക്ഷിക്കുമ്പോൾ? ഇതിന്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന്? തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കിണറാണ് നിലപാട് തറ എന്ന് പരിചയപ്പെടുത്തുന്ന ആ തറയുടെ മുകളിലുള്ളത്. അതേ തറയിൽ തന്നെ മറ്റു ചില അവശിഷ്ടങ്ങളും കാണാം. കുറെ കരിങ്കൽ പാളികൾ. അത് ശ്രീകോവിലിനകത്തെ കരിങ്കൽ പാളികളാണ്. ആ കരിങ്കൽ പാളികൾക്ക് മീതെ നമുക്ക് വട്ടത്തിൽ ഒരു വസ്തു കാണാം. ആട്ടുകല്ലാണെന്ന് തോന്നും. ഞാനും ആദ്യം ദൂരെ നിന്നും കാണുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് പഴയ കാലത്തെ ഒരു ആട്ടുകല്ലാണെന്ന്. എന്നാൽ ഇത് ആട്ടുകല്ലല്ല, ഇത് വൃത്താകാരത്തിലുള്ള പീഠമാണ്, വട്ടത്തിലുള്ള പീഠം. ഇനി അതിന്റെ നടുവിൽ നോക്കൂ, ആട്ടുകല്ലിൽ അതിന്റെ കുട്ടി വെച്ചതുപോലെ തോന്നുന്ന ഒരു വസ്തു കാണാം. അത് ആട്ടുകല്ലിന്റെ കുട്ടിയല്ല, അത് തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തുണ്ടായിരുന്ന ശിവലിംഗത്തിന്റെ പാതിഭാഗമാണ്. അതിന്റെ ചുവട്ടിലേക്ക് ഉറപ്പിച്ച നിലയിൽ ഇപ്പോഴും അതിന്റെ ബാക്കി ഭാഗം കാണാം. കിഴക്കോട്ട് ദർശനമുണ്ടായിരുന്ന ഒരു വലിയ ക്ഷേത്രമായിരുന്നു തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം. ആനപ്പള്ള മതിലോടുകൂടിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അതെന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. ഇത് തകർക്കപ്പെട്ട ക്ഷേത്രമാണ്. 1766 ജൂൺ മാസത്തിൽ ഹൈദരാലി തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം തകർക്കുകയും പീരങ്കി ഉപയോഗിച്ച് നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഗോപുരം തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മി വിഗ്രഹം മോഷ്ടിച്ച് കൊച്ചിയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം ഹൈദരാലി തകർക്കുന്നത്. 6 അടി ഉയരമുണ്ടായിരുന്ന ശിവലിംഗം അടിച്ചു പൊളിച്ച് 2 കഷ്ണമാക്കി. അതിന്റെ അവശിഷ്ടമാണ് വൃത്താകാരത്തിലുള്ള പീഠത്തിനകത്ത് കാണുന്നത്. വട്ടത്തിലുള്ള പീഠത്തോടു കൂടിയ ഒരു ശിവക്ഷേത്രം കേരളത്തിൽ അത്യപൂർവമാണ്. വട്ടത്തിലുള്ള പീഠമുള്ള ശിവലിംഗത്തെ ഗന്ധർവന്മാർ ആരാധിക്കുന്നു എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അപ്പൊ അത്രയും അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹൈദറിന്റെ പടയോട്ടക്കാലത്ത് ഇത് പൂർണ്ണമായും തകർന്ന് കാട് മൂടിക്കിടന്നു.
തകർക്കപ്പെട്ട ഈ ശിവലിംഗത്തിന്റെ പാതി ഭാഗം കിഴക്ക് ഭാഗത്ത് കിടക്കുന്നുണ്ട്. അവിടെ ഒരു മാവ് നട്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ തന്നെയാണ് പറഞ്ഞത്, ശിവലിംഗത്തിന്റെ പാതി ഭാഗം പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ മണ്ണിട്ട് മൂടി, പിന്നെ അതിന്റെ മീതെ മാവ് നട്ടു. പുരാവസ്തു വകുപ്പിന് തന്നെ അറിയാം ഇത് ക്ഷേത്രഭൂമിയാണ്, ഇത് ക്ഷേത്രമാണ്. അവർ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ വ്യക്തമായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യക്തമായി ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടും, തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടും ഇത് നിലപാട് തറയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ആ രീതി, അതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്തായിരിക്കും? തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിന് 8 ഏക്കർ 59 സെന്റ് ഭൂമിയാണുള്ളത്. വില്ലേജ് രേഖകളിൽ തന്നെ തളി അമ്പലപ്പറമ്പ് നിൽക്കുന്ന സ്ഥലം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്പലപ്പറമ്പിലെ ശ്രീകോവിൽ തറയും തീർത്ഥക്കിണറും വളച്ചു കെട്ടിയിട്ടാണ്, ഒരു തറയുണ്ടാക്കിയിട്ടാണ് ഇത് നിലപാട് തറയാണ് എന്ന് പുരാവസ്തു വകുപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ ഈ ഒരു തറയ്ക്ക് മാമാങ്കവുമായി ഒരു ബന്ധവുമില്ല. മാമാങ്കവുമായി ബന്ധപ്പെട്ട സ്മാരകവുമല്ലാതെ അതിന്റെ ചരിത്രം വേറെയാണ്. അത് ആ രീതിയിൽ തന്നെയായിരുന്നു ഏറ്റെടുത്ത് സംരക്ഷിച്ച് അതിന്റെ യഥാർത്ഥ ചരിത്രം ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടിയിരുന്നത്. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന മറ്റൊരു മാമാങ്ക സ്മാരകമാണ് പഴുക്കാമണ്ഡപം. കോഴിക്കോട് സാമൂതിരി നവാമുകുന്ദ ക്ഷേത്രത്തിൽ മാമാങ്ക കാലത്ത് തൊഴാൻ വരുന്ന സമയത്ത് ആയുധങ്ങൾ വെച്ചിരുന്ന ഒരു സ്ഥലമാണ് പഴുക്കാമണ്ഡപം എന്നാണ് ആദ്യകാലത്ത് പ്രചരിപ്പിച്ചത്. രണ്ടാമത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി പുരാവസ്തു വകുപ്പ് അന്വേഷിക്കാൻ വേണ്ടി വന്ന സമയത്ത് പ്രചരിപ്പിച്ചത് മറ്റൊരു ചരിത്രമാണ്. രാജാക്കന്മാരുടെ തമ്പുരാട്ടിമാർ പഴുക്കാമണ്ഡപത്തിന്റെ മുകളിൽ കയറി നിന്നാണ് ഭാരതപ്പുഴയിലെ മാമാങ്കം കണ്ടിരുന്നത്. അങ്ങനെയാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. ഇത് തെറ്റാണ്. പഴുക്കാമണ്ഡപത്തിന് മാമാങ്കവുമായി ഒരു ബന്ധവുമില്ല. പഴുക്കാമണ്ഡപം മാമാങ്ക സ്മാരകവുമല്ല. സർക്കാരും DTPCയും ജനങ്ങളെയും പുതിയ തലമുറയെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പഴുക്കാമണ്ഡപത്തിന്റെ ചരിത്രം? ചരിത്രമുണ്ട്, അതിനും ചരിത്രമുണ്ട്, മറ്റ് ചരിത്രമുണ്ട്. അത് ആ രീതിയിൽ സംരക്ഷിക്കേണ്ടിയിരുന്നു എന്ന് മാത്രം. കേരളത്തിൽ തന്നെ പല ഭാഗത്തും പഴുക്കാമണ്ഡപമുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു ക്ഷേത്രമാണ് നവാമുകുന്ദ ക്ഷേത്രം. അത് ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ പഴുക്കാമണ്ഡപം ശരിക്കും പറഞ്ഞാൽ അതിന്റെ നിർമ്മിതി അത്ഭുതകരമാണ്. ക്ഷേത്രത്തിനകത്ത് നിന്ന് നോക്കിയാൽ അത് അകത്ത് നിർമ്മിച്ച രീതിയിലാണ് നമുക്ക് തോന്നുക. എന്നാൽ പുറത്തു നിന്ന് നോക്കിയാൽ പ്രത്യേകമായി പുറത്ത് നിർമ്മിച്ചതായിട്ടാണ് നമുക്ക് തോന്നുക. വളരെ അപൂർവമായ ഒരു നിർമ്മിതിയാണത്. കല്ലാറ്റക്കുറുപ്പന്മാരുടെ തോറ്റംപാട്ടിൽ തിരുനാവായ തളി മഹാദേവനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നു തിരുനാവായ വലിയ തേവർ. അപ്പൊ തിരുനാവായ വലിയ തേവർ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിന്, നവാമുകുന്ദ ക്ഷേത്രത്തിനും മീതെ പ്രസിദ്ധി ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രമെന്നും, തിരുനാവായ ഭാഗത്ത് ഒരു കാലഘട്ടത്തിൽ ശൈവാരാധകർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു എന്നും ഇതിലൂടെ വ്യക്തമാവും. മാമാങ്ക കാലത്തായിരിക്കണം തിരുനാവായ തളി മഹാദേവനെ നിളയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ആറാട്ട് നടത്തിയതിന് ശേഷം തിരുനാവായ തളി മഹാദേവനെ, അതായത് തിരുനാവായ വലിയ തേവരെ വെക്കുന്ന ഒരു സ്ഥലമാണ് പഴുക്കാമണ്ഡപം എന്നതാണ് സത്യം. ശൈവാരാധകരും വൈഷ്ണവാരാധകരും തമ്മിൽ അനൈക്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇതിന് പരിഹാരമുണ്ടാക്കിയത് ശങ്കരാചാര്യ സ്വാമികളാണ്. ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു പരിഹാരമുണ്ടാക്കിയത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ശൈവ വൈഷ്ണവ ആരാധകർ തമ്മിലുണ്ടായ അന്തഛിദ്രം നിൽക്കുന്ന കാലത്ത് ഒരു പരിഹാരമായി ഒരു സെറ്റിൽമെന്റ് എന്ന രീതിയിൽ നിർമ്മിച്ചതായിരിക്കണം പഴുക്കാമണ്ഡപം. നിളയിലേക്ക് എഴുന്നള്ളുന്ന ശിവനെ വിഷ്ണു സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിഷ്ണു ഭക്തർ സ്വീകരിച്ചിട്ടില്ല, അതേസമയം നിരാകരിച്ചിട്ടുമില്ല. ആ തരത്തിലാണ് അതിന്റെ നിർമ്മിതി. ഔട്ട് ഹൗസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥിക്ക് താമസിക്കാൻ ഒരു ഇടം, എന്നാൽ വീടിനകത്തായിരിക്കില്ല, എന്നാൽ പുറത്തുമായിരിക്കില്ല. അതുപോലെയുള്ള ഒരു നിർമ്മിതിയാണ് പഴുക്കാമണ്ഡപം. ആ മണ്ഡപത്തെയാണ് ഇത് മാമാങ്ക സ്മാരകമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഏറ്റെടുത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. മാമാങ്ക സ്മാരകങ്ങൾ നിർണയിക്കുന്നതിൽ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തെറ്റുപറ്റിയിട്ടുണ്ട്. 2004 സെപ്റ്റംബർ 13, 14 തീയതികളിലാണ് മലപ്പുറം ജില്ലാ കലക്ടറുടെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥനും പിന്നെ തിരൂർ താലൂക്ക് തഹസിൽദാരുടെ ഓഫീസിലുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് മാമാങ്ക സ്മാരകങ്ങൾ നിർണ്ണയിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ യഥാർത്ഥ മാമാങ്ക സ്മാരകങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. 2 സ്മാരകങ്ങളാണ് ഇവർ കാണാതെ പോയത്. അത് മാത്രമേ ഉള്ളൂ തിരുനാവായയിൽ മാമാങ്ക സ്മാരകം എന്ന് പറയാവുന്നത്. അതിലൊന്ന് വീരരായൻ ചിറയാണ്. ഇന്ന് ബീരാഞ്ചിറ എന്ന് പറയുന്ന അവിടെ ഒരു ചിറയുണ്ട്. വീരരായൻ എന്ന സാമൂതിരി രാജാവ് മാമാങ്ക കാലത്ത് സാമൂതിരിക്ക് ഒരു ദിവസം നീരാടാൻ വേണ്ടി നിർമ്മിച്ച ചിറയാണത്.
വീരരായൻ ചിറ. മറ്റൊന്ന് നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡരികിലുള്ള ആൽമരമാണ്. ആ ആൽമരത്തിന്റെ പേര് കൂരിയാൽ എന്നാണ് മാമാങ്ക ചരിത്രത്തിൽ പറയുന്നത്. എനിക്ക് തോന്നുന്നത് മാമാങ്ക സ്മാരകങ്ങൾ നിർണയിക്കാൻ വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ മന്ദബുദ്ധികളായിരുന്നു എന്നാണ്.